ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കയ്യിൽ നിറയെ ബാഗല്ലേ എന്നല്ലേ? അതെ, കയ്യിൽ നിറയെ ബാഗാണ്. ഞാൻ വർഷങ്ങളായിട്ടും മാസങ്ങളായിട്ടും പുതുതായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ബാഗിന്റെ ഫസ്റ്റ് പാർട്ടുമായിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. എല്ലാം വളരെ അഫോർഡബിൾ ആണ്, എന്റെ ഫേവറേറ്റും ഉണ്ട്. നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ മീഷോയിൽ ഞാൻ വാങ്ങിച്ച 400 റേഞ്ചിലുള്ള ഈ ക്രോസ് ബോഡി ബാഗാണ്. ഇതിന്റെ ബ്ലാക്കും ലാവൻഡർ കളറുമാണ് അവൈലബിൾ. അതിന് സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അവരിങ്ങനെ ഒരു ചെയിൻ കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല, വലിയ വെയിറ്റ് ഒന്നും താങ്ങാൻ പറ്റില്ലെങ്കിലും ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്കത് കൂടെ കൂട്ടാം. ദെൻ ഇത് വളരെ ബലമുള്ളതാണ് കേട്ടോ. ഇത് കുറച്ചൊക്കെ വെയിറ്റ് താങ്ങാനുള്ള സ്റ്റാൻഡേർഡ് ഒക്കെ ഇതിനുണ്ട്. ഇത് വളരെ ഷൈനി ആയിട്ടുള്ളൊരു ബോഡി റിബൺ എന്ന് വെച്ചാൽ ക്രോസ് ബോഡിയിൽ നമ്മൾ അതിന്റെ മെയിൻ പാർട്ടായിട്ടുള്ള ബോഡി സ്ട്രിങ് ആണിത്. ദെൻ ഇങ്ങനെ നമുക്കിത് യൂസ് ചെയ്യാം. നമുക്കിത് ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അതിൽ ചെറിയൊരു അറ്റാച്ച്മെന്റ് ആയിട്ട് ഏതൊരു ക്രോസ് ബോഡി ബാഗിലും അതിന്റെ ഒരു ആഡ് ഓൺ എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട ഈ ചെറിയൊരു പൗച്ച് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രൗഢിയിൽ അവർ ഒട്ടും കുറച്ചിട്ടില്ല കേട്ടോ. അതിൽ ചെറുതായിട്ട് ചെറിയ എഴുത്തുകളൊക്കെ ഉണ്ട് കേട്ടോ. ജിങ് പിൻ പിഞ്ചു എന്നൊക്കെയാണ്. നല്ല രസമായിട്ടാണ്, നല്ല ക്വാളിറ്റിയാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടും ഇത് പോയിട്ടില്ല. ഇത് അകത്തുനിന്ന് നല്ല രീതിയിൽ അവർ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ദെൻ നമുക്ക് അത്യാവശ്യം ചെറിയ ചെറിയ മണി അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിടാം. സോ പിന്നെ ഇത് വന്നിട്ട് അകത്ത് നല്ല സ്റ്റാൻഡേർഡോട് കൂടിയ ഒരു ലൈനിങ്ങോട് കൂടിയ ഒരു ഇന്നർ പാർട്ടാണ് ഇതിനുള്ളത്. നല്ല സ്റ്റാൻഡേർഡ് ഇന്നർ പാർട്ടാണിത്. നമുക്ക് അത്യാവശ്യം മൊബൈൽ, ചെറിയ പുസ്തകം, ചെറിയ പൗച്ച്, നമ്മുടെ പേഴ്സ് ഇതൊക്കെ നമുക്ക് കൊണ്ട് നടക്കാം. നമുക്ക് 2 വീലർ യൂസ് ചെയ്യുമ്പോൾ ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ബാഗാണ് കേട്ടോ. സോ ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഒരു ഫലകം എന്നൊക്കെ പറയും കേട്ടോ, അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് സെക്കൻഡ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് മാക്സിന്റെ ആണ്. ഇതിന്റെ ബ്ലൂ അവൈലബിൾ ആണ്. ഞാൻ പകുതി വിലയ്ക്ക് ഫ്ലിപ്കാർട്ട് സെയിൽ സമയത്ത് കുറച്ച് നാൾ മുമ്പ് വാങ്ങിച്ചതാണ്. ഇത് ഇങ്ങനെയാണ് കേട്ടോ. തുറക്കുമ്പോൾ അകത്തൊരു സിബ് ക്ലോഷർ ഉള്ളതും ഓപ്പൺ ആയിട്ടുള്ളതും 2 സൈഡുകളിൽ പോക്കറ്റ് ഉണ്ട്. ദെൻ ഇതാണ്. ഇവിടെ അത്യാവശ്യം മൊബൈലും കാര്യങ്ങളും നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ട് നടക്കാം. ഇത് നമുക്ക് 2 വീലറിലും ഹാൻഡി ആയിട്ടും അല്ലാതെയും ഏതൊരു അവസരത്തിൽ നമുക്കിത് കാഷ്വൽ ആയിട്ട് കൊണ്ടു നടക്കാവുന്ന ഒരു ബാഗാണ് കേട്ടോ. വളരെ സ്റ്റൈലിഷ് ആണ്. എനിക്ക് മഞ്ഞ ബാഗ് കൊണ്ടൊന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതൊരു സ്ട്രാപ്പി ബാഗാണ്. ഇത് ഭയങ്കര കുറച്ചുകൂടി ഒരു ഹാൻഡി ആക്കുന്നത് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ് കേട്ടോ. കാരണം ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് കാത്താവും. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. 1299 നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്നതെങ്കിൽ എനിക്ക് 600 സംതിങ്ങിനാണ് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചത്. അപ്പോൾ എന്റെ സെക്കൻഡ് പർച്ചേസ്. നെക്സ്റ്റ് വന്നിട്ട് ഒരു വെള്ള കളർ ബാഗ്. ഇത് മാക്സിൽ നിന്നാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെയാണ് മോസ്റ്റ് പ്രോബബിളി യൂസ് ചെയ്യാൻ പറ്റുക അല്ലേ? പക്ഷെ ഇത് ഭയങ്കര സ്റ്റൈലിഷ് ആണ്. 599 റുപ്പീസിനാണ് ഞാനിത് മാക്സിൽ നിന്ന് വാങ്ങിച്ചത്. ഇത് ഓൺലൈനായിട്ടും കിട്ടും, അതിലും വില കുറഞ്ഞ ഓൺലൈനിൽ കിട്ടും കേട്ടോ. പക്ഷെ ഞാൻ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് വന്നിട്ട് ആകെ ഒരു കമ്പാർട്ട്മെന്റേ ഉള്ളൂ. അത് ഇങ്ങനെയാണ് കേട്ടോ. സെയിം കളറിൽ തന്നെ എൻ്റെ ഒരു കർച്ചീഫാണ് അകത്ത് കിടക്കുന്നത് കേട്ടോ. സോ അകത്ത് വേറെ കമ്പാർട്ട്മെന്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊരു ലെതറി ഫീൽ നൽകും. ഒറിജിനൽ ലെതർ അല്ലെങ്കിൽ കൂടി നല്ലൊരു ക്വാളിറ്റി അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് സ്പേസ് കിട്ടാൻ വേണ്ടി ഇവിടെ കുറച്ച് ബൾക്കിയാണ്. ഒരു മൂൺ ഷേപ്പിലാണ് കേട്ടോ. ഹാഫ് മൂൺ ഷേപ്പിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഏതൊരു കാഷ്വൽ വെയറിന്റെ കൂടെയും ഈവൻ ഫോർമൽ വെയറിന്റെ കൂടെയും ഇത് പോകും. സോ നമുക്ക് ഇങ്ങനെ ക്യാരി ചെയ്യാം കേട്ടോ. ഓക്കെ, അത്യാവശ്യം ചെറിയ ചെറിയ ഡോക്യുമെന്റ്സും ചെറിയ ID കാർഡുകൾ ഉൾപ്പെടെ നമ്മുടെ മൊബൈലുകൾ ഉൾപ്പെടെ എല്ലാം നമുക്ക് ഇതിനകത്ത് ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതും വളരെ ഹാൻഡി ആയിട്ടുള്ള, വളരെ കാഷ്വൽ ആയിട്ടുള്ള, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ വരുന്ന ഒരു ബാഗാണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് പിങ്കി പോങ്കിയാണ്. എന്ന് വെച്ചാല് ഇതാണ് കേട്ടോ. ഈ കാണുന്നത് പോലെ തന്നെയാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇതിന്റെ കളറും. ഇത് 2 ബട്ടണി ക്ലോഷർ ആണ് ഇതിന്റെ ഫസ്റ്റിൽ തന്നെ വരുന്നത്. ഇതിനകത്ത് 2 കമ്പാർട്ട്മെന്റുകളാണുള്ളത്. ഒരു മെയിനും ഒരു സ്മോളും ആണുള്ളത്. കുറച്ചുകൂടെ സ്പേസി ആണിത്. ഇത് ഒരു സിപ്പ് ക്ലോഷറോട് കൂടി നമുക്കത് ക്ലോസ് ചെയ്താൽ നമ്മൾ ഡോക്യുമെന്റ്സോ കാര്യങ്ങളോ മൊബൈലോ ഒന്നും താഴെ പോകത്തില്ല. വളരെ സ്മൂത്ത് ആണ്, നല്ല ക്വാളിറ്റിയാണ്. ലെനോ പാരീസിന്റെ ആണ്. കണ്ടോ, നല്ല രസമാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്. ഭയങ്കര കാഷ്വൽ ഫീലിംഗ് നൽകുന്ന, ഭയങ്കര ബ്രൈറ്റ്, ഒരു പാർട്ടിക്കൊക്കെ കൊണ്ടാവുന്ന, ഈവൻ കാഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന ഭയങ്കര നല്ലൊരു പർച്ചേസ് ആണ് കേട്ടോ. ഒരു നഷ്ടവും ഇല്ല. ഇതിന്റെ വേറൊരു പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പകുതി ചെയിനാണ്. അതും സെയിം കളറിൽ തന്നെ അത്യാവശ്യം വെയിറ്റ് ഒക്കെ താങ്ങുന്ന ഒരു ക്വാളിറ്റിയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ
പെയിന്റ് പോകുമോ ഒന്നുമില്ല കേട്ടോ. നമുക്കിതും എല്ലാ ഒക്കേഷൻസിനും, ഈവൻ നമുക്കൊരു ഫെസ്റ്റീവ് ഒക്കേഷൻ കൂടി നമുക്കിത് ക്യാരി ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. സോ ഇങ്ങനെ വരുവേ. ഇതാണ് എൻ്റെ 4th ഫേവറേറ്റ്. ഇതും എനിക്ക് 700 റേഞ്ച് താഴെയാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത്. ഈവൻ ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. ഇത് ഒരുപാട് വില കുറഞ്ഞു കിടക്കുന്ന ചില സമയങ്ങളിൽ നമുക്കിത് ഗ്രാബ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബാഗ് കളക്ഷൻ. അധികം വലിച്ചു നീട്ടുന്നില്ല. ബാക്കി ബാഗ്സും അല്ലെങ്കിൽ വലിയ വലിയ ബാഗ്സും ചെറിയ ചെറിയ ബാഗ്സും ഒക്കെ ആയിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നാളെ കാണുന്നത് വരെ ഇറ്റ്സ് ശാലു. ബൈ ഫ്രം ഗ്ലാഡ് ടു മീറ്റ് യു. ബൈ.